ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ഏറെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പാഠങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ചിട്ട പാലിച്ചും സൂക്ഷ്മത പാലിച്ചും തഖ്വയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ജീവിച്ച് മരിക്കാൻ ഭാഗ്യം കിട്ടുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരുപാട് മതങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിവുള്ളതും അറിവില്ലാത്തതുമായ മതം എന്ന് പരിചയപ്പെടുത്തുന്ന ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളോ കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ സംഘങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന അത്തരത്തിലുള്ള വിഭാഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നതാണ്. ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ ഒരാദർശ സംഹിതയാണ് യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഏതെങ്കിലും ഒരു ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരിലോ ഒക്കെ അറിയപ്പെടുന്ന ഒരു ദർശനമല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. സർവ്വലോകങ്ങളെയും പടച്ച, ആകാശഭൂമികളെ സംവിധാനിച്ച, ഈ ഭൂമിയിൽ വ്യത്യസ്തമായ ജീവിവർഗങ്ങൾക്ക് ആവാസ വ്യവസ്ഥയൊരുക്കിയ ഒരു പടച്ച തമ്പുരാൻ അല്ലെങ്കിൽ ഒരു ദൈവത്തെ, ഒരു അള്ളാഹുവിൻ്റെ മുമ്പിൽ സമ്പൂർണമായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സമർപ്പിക്കുക എന്നതാണ് ദീനുൽ ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂചിപ്പിച്ചത് പ്രാദേശികമായ എന്തെങ്കിലും സംവിധാനങ്ങളുമായി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു നിർദ്ദേശമല്ല എന്നതാണ്. അള്ളാഹുവിൽ നിന്നുള്ള, പടച്ച തമ്പുരാനിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടുള്ള ഒരു മാർഗദർശനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. മാനവ സമൂഹത്തിന് നേർവഴി കാണിക്കാൻ അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ അതത് കാലങ്ങളിൽ പ്രവാചകന്മാരെ നിശ്ചയിച്ച് ആളുകൾക്ക് ഈ ദർശനത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിച്ചു വരുന്ന സുന്നത്ത് എന്ന് പറയുന്നത്. ഇനിയാണെങ്കിലോ ഒരു പ്രവാചകൻ വരാനുമില്ല എന്നതും നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഞാൻ സൂചിപ്പിച്ചത് ചില മതങ്ങളൊക്കെ ചില വ്യക്തികളുടെ പേരിലായിരിക്കും. ചിലപ്പോൾ ചില ആളുകൾ ഒരുപാട് കാലം സന്യാസം സ്വീകരിച്ച് എവിടെയെങ്കിലും ഏകാന്തമായി ഇരുന്ന് അല്ലെങ്കിൽ രൂപപ്പെട്ടു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആത്മീയ തലത്തിലുള്ള ഒരു
ചർച്ചയോ ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു അംഗീകാരം നൽകാനുള്ള ഒരു ടീമോ ഒക്കെയായി ഒരുപാട് മതങ്ങൾ കാണാൻ പറ്റും. ചില ആളുകളൊക്കെ മുൻജന്മ പാപത്തിൽ വിശ്വസിക്കുകയും ഈ കാലത്ത് ഞാൻ ജീവിക്കുന്ന അവസ്ഥ കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ചു പോയ ചില തിന്മകളുടെ പശ്ചാത്തലത്തിലാണ് എന്ന് വിശ്വസിക്കുന്ന ഇസങ്ങളുണ്ട്. അടുത്ത ജന്മത്തിൽ ഞാൻ എങ്ങനെയാകണം എന്നാലോചിച്ച് ഈ ജീവിതം തന്നെ ടെൻഷനടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. ചില മതസംഹിതകൾ മുന്നോട്ട് വെക്കുന്ന വികലമായ ആശയങ്ങളെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിൽ നിന്ന് തികച്ചും വളരെ കൃത്യവും വ്യക്തവുമായ സമീപനങ്ങളാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. ഈ റസൂലുമാർ മുഖേന നമുക്ക് കിട്ടിയ മാർഗദർശനങ്ങളെ പിൻപറ്റിയാൽ തന്നെ നമുക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും അള്ളാഹുവിൻ്റെ സ്വർഗവും ലഭിക്കുമെന്നതിൽ സംശയമില്ല. റസൂലുമാരെ പിൻപറ്റുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ഓരോ കാലത്തും വന്ന റസൂലുമാർ പഠിപ്പിച്ച നിർദ്ദേശങ്ങൾ ഖുർആനിൽ കാണാൻ കഴിയും. അതിനെ സർവാത്മന നമ്മൾ അംഗീകരിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് മുമ്പിൽ സമർപ്പിച്ചതിനെ മുഴുവനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പിൻപറ്റുക എന്നതും നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് കൃത്യമായ മാർഗദർശനമുണ്ട്, മാതൃകയുണ്ട് എന്നതാണ്. അങ്ങനെ മാതൃകയാക്കേണ്ടത് ആരാണ്? എല്ലാവരും മാതൃകയാക്കണമെന്ന് പറയാം, പക്ഷെ ചില ആൾക്കാർ അത് അംഗീകരിക്കില്ല. അപ്പോൾ അള്ളാഹുവോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് റബ്ബിനെ കണ്ടുമുട്ടണം, അള്ളാഹിനെ കാണണം. നാളെ പരലോകത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ മരണശേഷം നിങ്ങളുടെ ലോകത്ത് അത് കഴിഞ്ഞുള്ള ജീവിതത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ അള്ളാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടേയിരിക്കുക. അത്തരം ആളുകൾ നിങ്ങൾക്ക് അങ്ങനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ റസൂലിൻ്റെ ജീവിതത്തെ മാതൃകയാക്കണം എന്ന് കൃത്യമായി പഠിപ്പിച്ചു. ഞാൻ ഓതി വെച്ച സൂറത്തു നിസായിലെ 69-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിച്ചു, ആ സ്വർഗം നേടിയെടുക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ റസൂലിനെ മാതൃകയാക്കണം, അള്ളാഹ് പറഞ്ഞതനുസരിക്കണം എന്ന് കൃത്യമായി പറഞ്ഞു. ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അള്ളാഹു പ്രവാചകത്വം എല്ലാവർക്കും നൽകില്ല. അങ്ങനെ പ്രവാചകത്വം നൽകിയ വലിയ ഉന്നതന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ സ്വർഗപ്രവേശനം, അതോടൊപ്പം തന്നെ ശുഹദാക്കളുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് വസിക്കാനുള്ള അവസരം അള്ളാഹു നൽകുമെന്നതാണ്. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്ദിഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ഖുർആൻ പറഞ്ഞു, ആരാണോ അള്ളാഹ് പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നത്, റസൂല് പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നത്, അവർക്കാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ലഭിച്ച നബിമാരുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും ഒക്കെ കൂട്ടത്തിൽ വസിക്കാനുള്ള വലിയ അവസരം അള്ളാഹു നൽകുക എന്നതാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വഹസുന ഉലൈക റഫീഖാ, അവർ എത്ര നല്ല കൂട്ടുകാരാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല കൂട്ടുകാരായി ഇവരെക്കാളും മുന്തിയ ആളുകളെ ഇനി കിട്ടാനില്ല എന്നാണ് ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മാർഗനിർദ്ദേശങ്ങളെ അനുസരിച്ച് ജീവിച്ചവർക്ക് ലഭിക്കുന്ന അന്തിമ നേട്ടം എന്ന് പറയുന്നത് ഈ ഉന്നത പദവിയുള്ളവരുടെ കൂടെ ഉന്നതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ആ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കൂ, അള്ളാഹുവിനെയും റസൂലിനെയും സ്വീകരിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് ഈ നേട്ടം കൈവരിക്കാൻ രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോകുന്നു. ഒന്നെന്താണ്? കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം, വിശുദ്ധ ഖുർആനാണത്. അതിൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിച്ചാൽ മതി, ഒന്ന്. രണ്ടാമതോ സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതമാണ്, റസൂലിൻ്റെ വാക്കാണ്, റസൂലിൻ്റെ പ്രവൃത്തിയാണ്, റസൂൽ അംഗീകാരം കൊടുത്ത കാര്യങ്ങളാണ് എന്നതാണ്. ഈ സംഗതി ചെയ്താൽ തന്നെ നമുക്ക് ആ സ്വർഗം ഉറപ്പായും ലഭ്യമാകും എന്ന് ഖുർആനും പ്രവാചകനും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിനോടുള്ള ഹുബ്ബ് എന്ന് പറയുന്നത്, അള്ളാഹിനോടുള്ള ഇഷ്ടം. അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഒരാൾക്ക് കിട്ടണമെങ്കിൽ അയാൾ ചെയ്യേണ്ടത് എന്താണ്? റസൂലിനെ നന്നായി സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ്. റസൂലിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് എന്നതും ഖുർആൻ കൃത്യമായി, അല്ലെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലിനോട് സ്നേഹമില്ലാതെ ഒരാൾക്കും അള്ളാഹിനെ സ്നേഹം കിട്ടൂല എന്നുള്ളതാണ്. മാത്രമല്ല സ്വർഗം ലഭ്യമാവില്ല എന്നുള്ളതാണ്. മാത്രമല്ല നമുക്ക് റസൂലിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈ ദുനിയാവിലെ എല്ലാത്തിനേക്കാളും പ്രിയപ്പെട്ടതാകണം, അതിലൊന്നൊരു സംശയമില്ല. നമ്മുടെ വാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, നമ്മുടെ പ്രിയപ്പെട്ടവരേക്കാൾ ഒക്കെ സ്നേഹം റസൂലിനോടാവണം, റസൂലിൻ്റെ വാക്കിനോടാവണം, റസൂലിൻ്റെ ജീവിതത്തോടാകണം, റസൂല് പഠിപ്പിച്ച കാര്യങ്ങളോടാകണം എന്നതാണ്. അപ്പോഴാണ്
അള്ളാഹു നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അങ്ങനെ റസൂലിനെ സ്നേഹിക്കാൻ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കും എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നോക്കൂ, നമ്മളോട് പഠിപ്പിക്കപ്പെട്ടത് എന്താണ്? അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നമ്മുടെ സ്വന്തം നഫ്സിനേക്കാൾ, അല്ലേ? ഒരു മരണത്തെ മുഖാമുഖം കാണുമ്പോൾ നമുക്ക് ജീവിതത്തെക്കുറിച്ച് വലിയ കൊതി ഉണ്ടാവും. നമ്മളെ ഒരാൾ കൊല്ലാൻ വന്നാൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ ജീവന്റെ വില എന്താണ്. ജീവിക്കാൻ തോന്നും, മരിക്കാൻ പേടിയായിരിക്കും. നമ്മുടെ നഫ്സിന്, ജീവന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നമ്മൾ എത്രമാത്രം ഭയപ്പെടുന്നത്, അതിനേക്കാളൊക്കെ റസൂലിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. കാരണം ജീവൻ റസൂലിന് വേണ്ടി സമർപ്പിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ അതിന് പോലും നമ്മൾ സന്നദ്ധനാകാൻ കഴിയണമെന്നാണ്. നമ്മുടെ മനസ്സ് അതിനനുസരിച്ച് പാകപ്പെടണം എന്നുള്ളതാണ്. ആ നിലക്ക് റസൂലിനെ സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അങ്ങനെ സ്നേഹിക്കാൻ കഴിയോ? അങ്ങനെ സ്നേഹിക്കാൻ കഴിയും. റസൂലിൻ്റെ കാലഘട്ടത്തിൽ സഹാബത്ത് അത് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അത് സാധ്യമാകും എന്നതിന് അന്നത്തെ കാലത്ത് ജീവിച്ച ഒരുപാട് സഹാബത്ത് സാക്ഷിയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്റാ മിഅ്റാജ് സംഭവത്തിൽ റസൂലിനെ വിശ്വസിച്ചു, സത്യപ്പെടുത്തി. റസൂല് പറഞ്ഞോ, പിന്നെ ഇല്ല, അഭിപ്രായ വ്യത്യാസമില്ല, എനിക്ക് സംശയമില്ല. അതിൽ പിന്നെ അതിൻ്റെ വേറൊരു ലോജിക്കോ അല്ലെങ്കിൽ എനിക്ക് ബോധ്യപ്പെട്ടില്ല എന്നൊന്നുമല്ല. അവിടെ കൃത്യമായി റസൂലാണ് പറഞ്ഞത് എന്ന് ഉറപ്പുവരുത്തുക, അത്രേ ഉള്ളൂ. റസൂലാണ് പറഞ്ഞത് എന്ന് ഉറപ്പുവരുത്തി അതിൽ ആമൻതു ബില്ലാഹി വ റസൂൽ എന്ന് വിശ്വസിക്കണം. അള്ളാഹുവിലും അവിടുത്തെ റസൂലിനെ വിശ്വസിക്കണം. ആ വിശ്വാസം അങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതാണ്. സൗർ ഗുഹയിൽ നമ്മളിപ്പോൾ പിടിക്കപ്പെടും. ശത്രുക്കൾ ഇതാ ഇതിന്റെ കവാടത്തിൽ എത്തിയിരിക്കുന്നു പ്രിയ റസൂലേ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ റസൂൽ ആത്മധൈര്യം കൊടുക്കുന്നുണ്ടല്ലോ, അല്ലെ? നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്നത്. ആ അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞോട് കൂടിയിട്ട് പിന്നെ സംശയങ്ങളില്ല. പിന്നെ അള്ളാഹു ഉണ്ട് എന്നുള്ള കാവലിലേക്ക്, തവക്കുലിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് അത്രമാത്രം റസൂലിന്റെ വാക്കിന് വില കൽപ്പിച്ച് റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ച സഹാബി വര്യനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലിനോടുള്ള സ്നേഹം മൂത്തിട്ട്, റസൂലിനോടുള്ള ഇഷ്ടം പെരുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന് പോലും ഉൾക്കൊള്ളാൻ കഴിയാതെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വല്ലാതെ വികാരഭരിതമായി സംസാരിച്ചില്ലേ? നമ്മൾ ഒരുപാട് കേട്ട ചരിത്രമാണ്. റസൂലുള്ളാഹി മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കും എന്നൊക്കെ പറയണമെങ്കിൽ ആ ഇഷ്ടത്തിലായിരിക്കും. ഇഷ്ടം കൊണ്ട് ഒരു ഭ്രാന്തായ അവസ്ഥയിലേക്ക് എത്തുക. അത്രത്തോളം സഹാബികൾ എത്തിയിരുന്നു നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് റസൂലിന്റെ വഫാത്തിന് ശേഷം മദീനയിൽ ബാങ്ക് കൊടുക്കാൻ വിസമ്മതിച്ച ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പിന്നീട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറയുന്ന വാചകം എത്തിയപ്പോൾ ഇടറി, തൊണ്ടയിടറി, കണ്ണുനീരൊഴുകി ബിലാൽ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞ സന്ദർഭം ചരിത്രത്തിൽ നമ്മൾ വായിക്കാൻ കഴിയും. റസൂലില്ലാത്ത ഒരു മദീന, റസൂലില്ലാത്ത മദീനയിൽ റസൂലിന്റെ പേര് കേൾക്കുമ്പോഴേക്ക് സ്നേഹം അണപൊട്ടി ഒഴുകി സങ്കടങ്ങളായി കരഞ്ഞു തീർത്ത സ്വഹാബത്തിന്റെ ജീവിതമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ളതാണ്. അവരുടെ ഭൗതിക ജീവിതത്തിൽ റസൂലിന് അവർ കൊടുത്ത സ്ഥാനം എന്താണെന്നുള്ളതാണ്. റസൂല് പറഞ്ഞ വാചകങ്ങളെ അവർ ജീവിതത്തിൽ എങ്ങനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. റസൂൽ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞത് അവർ ചെയ്തു, ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞത് അവർ ചെയ്തില്ല. അതാണ് റസൂലിനോട് അവർ പ്രകടിപ്പിച്ച സ്നേഹം എന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. റസൂലിന്റെ ജീവന് മുമ്പിൽ നിന്ന് നെഞ്ചിലേക്ക് വന്ന ഓരോ അമ്പുകളെയും, ഓരോ വാളിന്റെ വെട്ടുകളെയും ഏറ്റുവാങ്ങിയ പ്രിയ സഹാബിമാരുണ്ട്. പ്രിയപ്പെട്ടവരെ, തൻ്റെ ജീവനേക്കാൾ ഇഷ്ടപ്പെട്ടവർ. നമുക്ക് ഉഹദ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ് സഹാബത്ത്. അല്ലാതെ പ്രതിസന്ധി ഉണ്ടായി, ഒരുപാട് കിംവദന്തികൾ പരന്നു. റസൂൽ മരണപ്പെട്ടിരിക്കുന്നു, റസൂൽ മുസ്ലിങ്ങൾക്ക് നേതൃത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ആളുകളുടെ മരണ വാർത്തകൾ മദീനയിൽ ഒരുപാട് പരന്നു. ആളുകൾ കാതിൽ നിന്ന് കാതിലേക്ക് അങ്ങനെ പരത്തി ഒഴുക്കിയ വാർത്തകൾ. അപ്പോഴാണ് ബനൂ നദീർ ഗോത്രക്കാരിയായ ഒരു സ്ത്രീ കാത്തിരിക്കുകയാണ്. എന്തിനാ കാത്തിരിക്കണത്? തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്, പ്രിയപ്പെട്ട പിതാവ് ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്, പ്രിയപ്പെട്ട സഹോദരൻ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. ഇവരെ കാത്തിരിക്കുക ആണോ? നമ്മൾ വിചാരിക്കുക അവരെ കാത്തിരിക്കുകയാണ്. അപ്പോൾ തിരിച്ചിങ്ങനെ വരുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ ഇവർ മുന്നിൽ നിൽക്കുന്നുണ്ട്. സഹാബികൾ ആ രംഗം പറയുന്നുണ്ട്. ഇവർ വന്നപ്പോൾ സഹാബികൾക്ക് വലിയ വിഷമായി. കാരണം ഇവരതിൻ്റെ മുന്നിൽ കണ്ടോട് കൂടിയിട്ട് ഇവർക്കൊക്കെ സങ്കടമായിപ്പോയി. കാരണം ആ യുദ്ധത്തിൽ അവരുടെ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്, അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്, അവരുടെ സ്നേഹനിധിയായ സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട്. ഈ വാർത്ത എങ്ങനെ ഇവരെ അറിയിക്കുമെന്ന് ആലോചിച്ച് സഹാബികളൊക്കെ പതുക്കെ പതുക്കെ വഴിമാറി നടക്കാൻ തുടങ്ങിയതാണ്.
അവർ മുന്നിലേക്ക് എത്തിയപ്പോൾ ഇവർ ചോദിച്ചു, എൻ്റെ റസൂൽ എവിടെ എന്നാ ചോദിക്കണം. ആദ്യ ചോദ്യം എൻ്റെ ഭർത്താവും എൻ്റെ സഹോദരനും എൻ്റെ പിതാവിനെ കുറിച്ചല്ല, എൻ്റെ പ്രിയ റസൂൽ എവിടെ എന്ന് ചോദിക്കുന്ന രംഗുണ്ട്. അപ്പോൾ റസൂലിനെ പറ്റി പറയുന്നതിന് മുമ്പ് അവർ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് അവർ അറിയിച്ചു. എൻ്റെ ഭർത്താവിനെ കുറിച്ചല്ല എനിക്കറിയേണ്ടത്, എൻ്റെ റസൂൽ എവിടെ എന്നുള്ളതിനാണ്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങളുടെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട് എന്ന്. അവർ വീണ്ടും പറഞ്ഞു, എൻ്റെ പിതാവിനെ കുറിച്ചല്ല, എൻ്റെ റസൂൽ എവിടെ എന്ന് എനിക്കറിയണം എന്നുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ സഹോദരനും മരണപ്പെട്ടിട്ടുണ്ട് എന്ന്. എൻ്റെ സഹോദരനെ കുറിച്ചോ എൻ്റെ ഭർത്താവിനെ കുറിച്ചോ എൻ്റെ പിതാവിനെ കുറിച്ചോ ഒന്നുമല്ലല്ലോ ഞാൻ ചോദിച്ചത്, എൻ്റെ റസൂലിനെ കുറിച്ചാണ് എനിക്കറിയേണ്ടത് എന്നാണ്. അവർ പറഞ്ഞു, നമ്മുടെ റസൂൽ സുരക്ഷിതനായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കണ്ണീർ തൂകി അവർ പറയുന്നൊരു മറുപടി ഉണ്ട്, എൻ്റെ റസൂൽ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ എനിക്കെന്താണ് മറ്റ് നഷ്ടങ്ങളൊക്കെ, എനിക്ക് നഷ്ടങ്ങളല്ല, ആ ഭാഗത്തെ എനിക്കുള്ള പ്രതിഫലം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെയുള്ള റസൂൽ ഇവിടെ ഉണ്ട് എങ്കിൽ എനിക്കെന്താണ് പിന്നെ നഷ്ടമുള്ളത് എന്ന് നബിയെ പറ്റി പറഞ്ഞ് ചോദിക്കുന്നുണ്ട് ഒരു സഹോദരി. പ്രിയപ്പെട്ടവരെ, ഉറ്റവരെ നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടം കൊണ്ട് കണ്ണീർ തൂകുമ്പോഴും റസൂലിനെ അവർ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സംഭവം മതി എന്നതാണ്. നബിയെ തിരിച്ചു കിട്ടിയതിലുള്ള സന്തോഷമാണ്. നബിയെ തിരിച്ചു കിട്ടിയതിലുള്ള സന്തോഷം അവർ കൊടുത്ത റസൂലിനുള്ള സ്ഥാനത്തെ കുറിച്ചാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അത്രമാത്രം റസൂലിനോടുള്ള സ്നേഹം, റസൂലിനോടുള്ള ഹുബ്ബ്, റസൂലിനോടുള്ള ഒരു അനുരാഗം മനസ്സിൽ കുത്തിവെച്ചവരായിരുന്നു അവർ എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ആ നിലക്കാണ് യഥാർത്ഥത്തിൽ മുഅ്മിനുകൾ ഉണ്ടാകേണ്ടത് എന്നതാണ്. ആ സ്നേഹം അങ്ങനെ കാത്തു സൂക്ഷിച്ചു പോകുന്ന ഒരാൾക്ക്, അത് അതുപോലെ തന്നെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ലാതെ എന്താ സ്വീകരിക്കാൻ പറ്റുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രചരിപ്പിച്ചതല്ലാതെ മറ്റെന്താണ് സ്വീകരിക്കാൻ പറ്റുക? ദീനിന്റെ പേരിൽ ഇന്നതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞതല്ലാതെ പുതിയതൊന്ന് കെട്ടിച്ചമച്ചുണ്ടാക്കി ചെയ്യാൻ അങ്ങനെ സ്നേഹിക്കുന്നവർക്ക് സാധിക്കും. അങ്ങനെ ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ 100 കൂട്ടം കാര്യങ്ങൾ റസൂലുള്ളാഹിന്റെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള മാർഗങ്ങൾ അന്നത്തെ സഹാബത്ത് ചെയ്യുമായിരുന്നു. അന്നത്തെ ഒരുപാട് സഹാബിവര്യന്മാർ ചെയ്യാൻ സന്നദ്ധരായിരുന്നു. പക്ഷേ ദീനിന്റെ പേരിൽ എല്ലാം ഞാനിതാ ഇന്നേ ദിവസം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു, പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ഇനി ഇതിൽ പുതിയതായി ഒന്നും നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കരുത് എന്ന് താക്കീത് നൽകിയ പ്രവാചകന്റെ വാചകങ്ങളെ അതുപോലെ സ്വീകരിച്ചാണ് അവർ ജീവിച്ചത് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മളും ആ ഒരു മാതൃക തന്നെയാണ് പിൻപറ്റേണ്ടത് എന്നതാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. നോക്കൂ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം, റസൂലിനോടുള്ള ഇഷ്ടം, ദീനിന്റെ മാർഗത്തിലുള്ള സമരം എന്ന് പറയുന്നത് നമ്മുടെ ദുനിയാവിലെ മറ്റെല്ലാത്തിനേക്കാളും മുകളിലാകണം. അപ്പോഴാണ് ഒരാളുടെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ നിലക്ക് മാറാൻ, നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ മാസം റബീഉൽ അവ്വലാണ്. റബീഉൽ അവ്വൽ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്, ഒരു ആഘോഷ രീതിയിലുള്ള ചില ചടങ്ങുകൾ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. അതിന് പ്രവാചകന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് ചെയ്യേണ്ടതാണ്. 100 വട്ടം നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മളതിൻ്റെ 1-ാം നിരയിൽ ഉണ്ടാകണം. പക്ഷേ ഇവിടെ മുജാഹിദുകളെ പലപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട് ആളുകൾ, നബിയോട് സ്നേഹമില്ലാത്തവർ എന്ന്. നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അതോടൊപ്പം തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10ഓളം പ്രധാനപ്പെട്ട സ്വഹാബിവര്യന്മാർ, ആദ്യകാലത്ത് നബിയോടൊപ്പം ജീവിച്ചവർ, അതിനുശേഷം ജീവിച്ചവർ, പിന്നെയും അതിനുശേഷം ജീവിച്ചവർ, ഇവരൊന്നും പ്രവാചകന്റെ പേരിൽ ചെയ്യാത്ത ചില ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ ചെയ്യണമെന്നത് വാശി പിടിക്കുന്നത് എന്തിന്റെ പേരിലാണ്? ഒരിക്കലും പുണ്യകർമ്മമല്ലാത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നോക്കൂ, നമുക്ക് പഠിപ്പിക്കാത്ത കാര്യങ്ങളാണത്. പുണ്യകർമ്മങ്ങൾ, നമുക്ക് ഒരു ദിക്ർ ചൊല്ലിയാൽ ഇത്ര പ്രതിഫലമുണ്ട് എന്ന ചെറിയ കാര്യം, ഒരു സഹോദരനെ കണ്ടാൽ പുഞ്ചിരിച്ചാൽ പുണ്യമുണ്ട് എന്ന ചെറിയ കാര്യം, നിങ്ങൾ ഒരു മുസൽമാനെ കണ്ടുമുട്ടിയാൽ സലാം അറിയണം എന്ന് പറഞ്ഞ ചെറിയ കാര്യം, നിങ്ങൾ ചെരിപ്പിടുമ്പോൾ വലത് കാല് കൊണ്ട് ധരിക്കൽ പുണ്യമാണ് എന്ന് പഠിപ്പിച്ച ചെറിയ കാര്യം, നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങൾ വലതിനെ മുന്തിക്കണം എന്ന് പറഞ്ഞ ചെറിയ കാര്യം, ഇത്രമാത്രം ചെറിയ നിസ്സാരമായ കാര്യങ്ങളെപ്പോലും പഠിപ്പിക്കാൻ ശ്രദ്ധ കാണിച്ച ഒരു ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് ഒരു വലിയ പുണ്യം കിട്ടുന്ന ഒരു മൗലിദുൻ നബി അല്ലെങ്കിൽ ഒരു മീലാദുൻ നബി അല്ലെങ്കിൽ റബീഉൽ അവ്വൽ വരുമ്പോൾ റസൂലുള്ളാഹിന്റെ ഒരു ബർത്ത്ഡേ ആഘോഷം പഠിപ്പിക്കാതെ പോയി എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.
അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളത് ചെയ്യേണ്ട പുണ്യമാണ്. പക്ഷെ അങ്ങനെ ഒരു നിർദ്ദേശം നമുക്ക് ലഭിച്ചിട്ടില്ല. സൂചിപ്പിച്ചത് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി റസൂലുള്ള പഠിപ്പിക്കാത്ത കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതില്ല എന്നതാണ്. റസൂലുള്ളാഹിനോടുള്ള സ്നേഹം കേവലം ഒരു മാസം മതിയോ? നമ്മുടെ കുക്കിൽ ജീവനുള്ളിടത്തോളം കാലം നമുക്ക് നമ്മളെക്കാൾ പ്രിയപ്പെട്ടവനായ റസൂല് മാറാതെ നമ്മുടെ ഈമാൻ പൂർണ്ണമാവില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനുകൾ. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. കേവലം ഒരു മാസം കൊണ്ട് തീരേണ്ടതല്ല. മാത്രമല്ല, പ്രവാചകൻ പഠിപ്പിക്കാത്തത് പ്രവാചകന്റെ പേരിൽ, ഇത് വേറെ ആരെങ്കിലും പേരിൽ ചെയ്യല്ല, വേറെ എന്തെങ്കിലും ഒരു കർമ്മം പുണ്യകർമ്മമായി പറയില്ല. ഇതൊരു പുണ്യകർമ്മമായി പഠിപ്പിക്കാത്ത റസൂലിന്റെ പേരിൽ തന്നെ ഒരു കാര്യം ചെയ്യാൻ, നല്ലതല്ലേ എന്ന് വിചാരിച്ച് ചെയ്യാൻ, നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ പറയുമ്പോൾ ഇതുപോലെ മിമ്പറിന് മുമ്പിൽ മൈക്കില്ല. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് മൈക്ക് ഉപയോഗിക്കുന്നു. അത് കുറച്ചുകൂടി ശബ്ദം ഉണ്ടാവും, കുറേ ആളുകളിലേക്ക് എത്താൻ പറ്റും. കുറച്ചും കൂടി ഇന്നത്തെ കാലത്തെ ഈ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ ശ്രദ്ധ കിട്ടാൻ നല്ലതാണ്. ഭൗതികമായ വിഷയമാണ്, നമുക്ക് പ്രാവർത്തികമാക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ ഇവിടെ മൈക്ക് ഉപയോഗിക്കാതെ ഒരാൾ ഇവിടെ ഖുതുബ നടത്തിയെന്ന് വിചാരിക്കുക, അത് ഭയങ്കര തെറ്റാണ്, കുറ്റം കിട്ടുന്ന കാര്യമാണ്. റസൂൽ അങ്ങനെ മൈക്ക് വെക്കണമെന്ന് പഠിപ്പിച്ചത് എന്ന നിലക്കാണെങ്കിലോ അത് പ്രശ്നമാണ്. ഇവിടെ മൈക്ക് ഉപയോഗിച്ചില്ലെങ്കിലും ജുമായുടെ കൂലി നമുക്ക് കിട്ടും. ഞാൻ പറയുന്നത്, മതപരമായ ഒരു വിഷയത്തിൽ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അതൊന്നിക്കൽ ഖുർആൻ കൊണ്ട് നമുക്ക് തെളിവ് പറയാൻ കഴിയണം, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കണം, അല്ലെങ്കിൽ അത് കുറ്റകരമാകും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂല് പഠിപ്പിക്കാത്ത സ്നേഹപ്രകടനങ്ങൾ അത് ദീനിന്റെ പേരിൽ പ്രത്യേകിച്ചും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. റസൂലിനെ ആദരിക്കണം, റസൂലിനെ ബഹുമാനിക്കണം, റസൂലിനെ സ്നേഹിക്കണം. ഞാൻ പറഞ്ഞു അത് എത്രത്തോളം ഏത് ലെവലിൽ വേണമെന്നത് ആ നിലക്ക് വേണം. മാത്രമല്ല, റസൂലിന്റെ പേര് സ്വലാത്ത് ചൊല്ലണം. എത്ര സ്വലാത്ത് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും സ്വലാത്ത് നമുക്ക് ചെല്ലാം. മാത്രമല്ല, റസൂലുള്ളാഹിക്ക് വേണ്ടി നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥനയും നമ്മൾ നിർവഹിക്കണം. അങ്ങനെയുള്ളവർക്കാണ് നേരത്തെ പറഞ്ഞ ആ സ്വർഗത്തിലെ അവകാശികളാകാനും ആ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ജീവിക്കാനും ഒക്കെയുള്ള തൗഫീക്ക് കിട്ടുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. കൃത്യമാണ്, റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് വേണം, സ്വലാത്തും സലാമും നിങ്ങൾ സമർപ്പിക്കണം. അള്ളാഹുവിന്റെ മലായികത്തുകൾ അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം എന്ന് കൃത്യമായി ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നബിന്റെ പേര് കേൾക്കുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. അല്ലാത്തവർക്ക് അള്ളാഹിന്റെ ശാപമുണ്ടാകും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ സ്വലാത്ത് നമ്മൾ വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കപ്പെട്ട സ്വലാത്തും നമ്മൾ വർദ്ധിപ്പിക്കണം എന്നതിൽ സംശയമില്ല. ആ നിലക്ക് നമ്മൾ കൃത്യമായും നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് എന്നതാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾക്ക് അള്ളാഹിനോടുള്ള സ്നേഹം കിട്ടണോ, നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ റസൂലിനെ പിൻപറ്റൂ, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുമെന്നാണ്. അള്ളാഹിന്റെ സ്നേഹം കിട്ടാൻ റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യണം എന്നുള്ളതാണ്. സുന്നത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. പലപ്പോഴും നമ്മൾ മറന്നുപോകും. സുന്നത്ത് നമസ്കാരങ്ങളാവട്ടെ, സുന്നത്ത് നോമ്പുകളാവട്ടെ, സൽക്കർമ്മങ്ങളാവട്ടെ, സദക്കകളാവട്ടെ, ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ആ നിലക്കുള്ള പുണ്യകർമ്മങ്ങളൊക്കെ നമ്മൾ പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നമ്മൾ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണ് വേണ്ടത്. കേവലം ഏതെങ്കിലും ഒരു ദിവസമോ ഒരു മാസമോ ചില ദിക്റും ചില മാലകളും ചില മൗലിദുകളൊക്കെ ചൊല്ലി റസൂലുള്ളാഹിന്റെ സ്നേഹം കിട്ടും, അതിലൂടെ എളുപ്പത്തിൽ ചുളിവിൽ സ്വർഗത്തിലേക്ക് കയറാൻ പറ്റും എന്നുള്ള തെറ്റിദ്ധാരണയാണ്. നമ്മളുടെ സഹോദരങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ നബിമാരുടെ കൂട്ടത്തിൽ, സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിൽ, ശുഹദാക്കളുടെ കൂട്ടത്തിൽ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പറ്റുക എന്നത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടതുപോലെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അത് ആളുകളിലേക്ക് എത്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ച് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഈ ലോകത്തെ ജീവിതം പൂർത്തിയാക്കാൻ നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കുമൊക്കെ അള്ളാഹു അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്നത് മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹിനോടുള്ള സ്നേഹം അതെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? ഖുർആൻ പറഞ്ഞത് റസൂലിൻ്റെ വാക്കും റസൂലിൻ്റെ പ്രവൃത്തിയും റസൂലുള്ളാഹിൻ്റെ ജീവിതവും നമ്മൾ പിൻപറ്റുക എന്നതാണ്. ആ നിലക്കുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ വിദഅത്തുകൾ, പുതിയ നിർമ്മിതികൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ചിലപ്പോൾ നമ്മുടെ സമൂഹം അങ്ങനെ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നമ്മളെ ചുറ്റുപാടൊക്കെ ഒരു ആഗോള ഒരു ഗ്രാമമായി മാറിയിട്ടുണ്ട്. പുറമുള്ള രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന എല്ലാം നമ്മുടെ മുമ്പിലേക്ക് കിട്ടും. അപ്പോൾ നമ്മളൊരു പൊതു മുസ്ലിമായി പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നമ്മളൊരു മാന്യനാകാൻ നമ്മൾ ചിലതിലൊക്കെ ചില നീക്കുപോക്ക് നടത്തേണ്ടതുണ്ടോ, ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തേണ്ടതുണ്ടോ? ഇതൊന്നും വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. ചിലപ്പോൾ നമ്മൾ അതിനെ ഓരോന്ന് കഷ്ണം മുറിച്ച് നോക്കുമ്പോൾ മൗലിദ് എന്ന് പറയുമ്പോൾ ഒരു പായസം കുടിക്കുക ചോദിക്കുകയാണ്, പായസം കുടിക്കുന്നത് അത്ര തെറ്റാവും? ഒരു പായസം കുടിക്കുന്നത് അത്ര തെറ്റാവോ എന്ന് ചോദിച്ചാൽ ഒരാളുടെ സാധാരണ ബുദ്ധി ചിലപ്പോൾ അത്ര തെറ്റായി തോന്നണമെന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനത്തെ അതൊരു പൊതുവികാരമാക്കി കൊണ്ടുവരികയും ഒരു പൊതു മുസ്ലിമായി നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെ ഒഴുകേണ്ട ഒരു സാഹചര്യം വരുന്ന ഒരവസ്ഥ നാട്ടിലുണ്ട്. അവിടെ ഒരു മുഅ്മിനായി നിൽക്കുക എന്ന് പറഞ്ഞത് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. പ്രമാണങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ വേണം, റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ വേണം. ഇല്ലേ നമ്മളതിൽ നല്ല സ്റ്റാൻഡ് എടുത്ത് തന്നെ പോകേണ്ടതുണ്ട് എന്നതാണ്. അവിടെ നമ്മുടെ ഈമാൻ വസ്വാസായി പോകരുത്, നമുക്കൊരിതിൽ നിലപാട് വേണം എന്നത് കൃത്യമാണ്. അങ്ങനെയായിരുന്നു സഹാബികൾ. അങ്ങനെ ഉള്ളവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചൊരിയുക എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. റബീഉൽ അവ്വൽ മാസത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഖുർആൻ ഒരു പ്രത്യേകതയും പറഞ്ഞിട്ടില്ല. വേറെ 4 മാസങ്ങൾക്ക് കൃത്യമായി നിർദ്ദേശങ്ങൾ, ഇതിൻ്റെ ഫضലുകൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ദുൽഹിജ്ജ മാസവുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറഞ്ഞ മാസങ്ങൾ, അതിലൊന്നും റബീഉൽ അവ്വൽ പറഞ്ഞിട്ടില്ല. എന്നാൽ റബീഉൽ അവ്വലിന് ചരിത്രപരമായി പ്രത്യേകതകളില്ലേ? ചരിത്രപരമായ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജനിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു മാസമാണ് റബീഉൽ അവ്വൽ. കൃത്യമായ തെളിവുകളൊന്നും അതിനില്ല. മാത്രമല്ല റബീഉൽ അവ്വൽ വ്യത്യസ്തമായ ദിവസങ്ങൾ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റബീഉൽ അവ്വൽ 12-നാണ് എന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭ്യമല്ല റസൂലുള്ളാഹിന്റെ ജനനത്തിന്. പക്ഷെ ചരിത്രപരമായി റബീഉൽ അവ്വലിൽ റസൂൽ ജനിച്ചു എന്നത് ചരിത്രകാരന്മാർ മുസ്ലിങ്ങളുടെ ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് അങ്ങനെ രേഖപ്പെടുത്തി അതിനൊരു പ്രാധാന്യം കൽപ്പിച്ച ചരിത്ര രേഖകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ മതപരമായി അതിന് പ്രത്യേകിച്ച് വല്ല പുണ്യമുണ്ടെന്നുള്ളതാണ്. ഇസ്ലാമിൽ ഒരാളുടെ ജനനം കൊണ്ടോ ജനന തീയതി കൊണ്ടോ മരണം കൊണ്ടോ മരണ തീയതിക്കോ ഒരു പ്രാധാന്യം ഇല്ല എന്നുള്ളതാണ്. റബീഉൽ അവ്വലിൽ ഒരാൾ ജനിച്ചു, അല്ലെങ്കിൽ ജമാദുൽ ഊലയിൽ ഒരാൾ ജനിച്ചു, ജനുവരിയിൽ ജനിച്ചു, ഡിസംബറിൽ ജനിച്ചു, മാർച്ചിൽ ജനിച്ചു, ഇങ്ങനെ ഏതെങ്കിലും പ്രത്യേകമായ ഒരു മാസത്തിലോ ഏതെങ്കിലും ഒരു ദിവസത്തിലോ ഒരാൾ ജനിച്ചുകൊണ്ട് ഇസ്ലാമിൽ അതിനൊരു പുണ്യവും ഇല്ല എന്നുള്ളതാണ്. ഒരു കൂലി അതിന് പ്രത്യേകിച്ച് കിട്ടാനില്ല. വെള്ളിയാഴ്ച രാവിലാണോ പറഞ്ഞത് ഒരു കാര്യമില്ല, അങ്ങനെ ഒരു പോലീസ് പ്രത്യേകിച്ചില്ല. നമ്മളെ ആൾക്കാർക്കിടയിൽ അങ്ങനെ ഒരു ഇതുണ്ട്, പരിശുദ്ധ റമളാനിലാണ് പറഞ്ഞത്. ആ മാസത്തിന് പ്രത്യേകത ഉണ്ട്, പക്ഷെ ആ ജനനത്തിനും സമയത്തിനും എന്തില്ല, ഒരു പ്രത്യേക പുണ്യമില്ല. ഇയാൾക്കിത് എങ്ങനെയാണ് പുണ്യമായി മാറുന്നത്? തൻ്റെ ജീവിതം കൊണ്ടാണ്. അയാൾ ആ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന കർമ്മങ്ങൾ കൊണ്ടാണ്. അപ്പൊ കർമ്മങ്ങൾ കൊണ്ടാണ് ഒരാൾക്ക് അള്ളാഹിന്റെ അടുക്കൽ ഫضല് നേടാൻ കഴിയും. അല്ലാതെ ഒരാളുടെ ജനന സമയം കൊണ്ടോ ഒരാളുടെ മരണസമയം കൊണ്ടോ ഉണ്ടാവില്ല എന്നത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. രണ്ടാമത് റബീഉൽ അവ്വലിൽ സംഭവിച്ച മറ്റൊരു ചരിത്രപരമായ പ്രാധാന്യം എന്ന് പറയുന്നത് ഹിജ്റയാണ്. ഹിജ്റ എന്ന വലിയ പരീക്ഷണത്തെ അഭിമുഖീകരിച്ചത് പ്രവാചകനും സഹാബത്തും റബീഉൽ അവ്വലിലായിരുന്നു. അതാണ് രണ്ടാമത്തെ അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. മൂന്നാമത്തത് ചരിത്രപരമായൊരു പ്രാധാന്യം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഈ ദുനിയാവിനോട് വിട പറഞ്ഞ് വഫാത്തായി പോയത് റബീഉൽ അവ്വൽ മാസം 12-ാം തീയതി ഒരു തിങ്കളാഴ്ചയായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി മരണപ്പെട്ട ഒരു മാസമാണ്, വഫാത്തായ മാസമാണ് റബീഉൽ അവ്വൽ എന്നതിന് കൃത്യമായ രേഖയുണ്ട്, ഹദീസുകളുണ്ട്, അതിന് സാക്ഷികളായ ആയിരക്കണക്കിന് സ്വഹാബികളുടെ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഒരു വഫാത്തിന്റെ മാസമാണ് യഥാർത്ഥത്തിൽ ഈ റബീഉൽ അവ്വൽ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ചരിത്രപരമായ ചില ഭാഗം എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഖുർആനിൽ തെളിവില്ലാത്തത് കൊണ്ടാണ് പ്രവാചകന്മാരുടെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കുക എന്ന് ഖുർആനിൽ എവിടെയില്ല. അതുകൊണ്ടാണ് നമ്മളത് ആഘോഷിക്കാത്തത്, അത് ആചരിക്കാത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇന്ന ദിവസങ്ങൾ നിങ്ങൾ ആഘോഷിക്കണം എന്ന് പഠിപ്പിച്ചത് 2 കാര്യങ്ങളാണ്.
പെരുന്നാളുകളാണ്. അതിനപ്പുറത്ത് ഇന്ന തീയതി വെച്ച് ഇന്ന സമയം വെച്ച് ഒരു പ്രത്യേക മധുരം വെച്ച് അല്ലെങ്കിൽ പ്രത്യേകമായ സംവിധാനങ്ങൾ ഒരുക്കി മാലകൾ തൂക്കി പ്രത്യേക ഫോട്ടോഗ്രാഫറൊക്കെ വെച്ച് അങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നതാണ്. അപ്പം ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു സംഭവമേ അല്ല. മാത്രമല്ല ഖുലഫാഉർ റാഷിദീങ്ങൾ 4 പ്രധാനപ്പെട്ട ഖലീഫമാർ ഇത്തരം ഒരു സമ്പ്രദായത്തെക്കുറിച്ച് സൂചനകൾ പോലും നൽകിയിട്ടില്ല. നമുക്ക് കാണാൻ കഴിയും. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിക്കപ്പെട്ട, സ്വർഗം കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഈ ദുനിയാവിലെ മതപരമായ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ സ്വർഗം ഉറപ്പായ സഹാബികൾ 10 പേരെ എടുത്തു പറഞ്ഞല്ലോ. ആ 10 പേരിൽ ഒരാളും പ്രവാചകന്റെ പേരിലുള്ള ഈ മൗലിദ് കഴിച്ചിട്ടില്ല എന്നത് കൃത്യമാണ്. മാത്രമല്ല ആദ്യം 3 നൂറ്റാണ്ട് പ്രവാചകന്റെ കൂടെ ജീവിച്ച ഒരു ടീമുണ്ട്, അവരെ കണ്ട് ജീവിച്ച വേറൊരു ടീം, അവരെ കണ്ട് ജീവിച്ച വേറൊരു ടീം. അവരാരും ഈ ഒരു കർമ്മം മതത്തിന്റെ പേരിൽ ചെയ്തിട്ടില്ല എന്നതും വളരെ കൃത്യമാണ്. അങ്ങനെ 3 നൂറ്റാണ്ടിന് ശേഷം ഒരു രാജാവാണ് ഇത് തുടക്കം കുറിച്ചത്. ഒരു നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ മതത്തിന്റെ പേരിൽ പുണ്യം കിട്ടും, ഇന്ന് മൗലിദ് ആഘോഷിക്കുന്നതിന് പ്രത്യേക പുണ്യമുണ്ട്, പോരിശുണ്ട്, അതിന് ഇത്ര പൈസ ദാനം ചെയ്താൽ പുണ്യമുണ്ട്, അതിൽ കൂലുണ്ട് എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നത് തെറ്റാണ്, വിദഅത്താണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക എന്നതാണ്. റസൂൽ പഠിപ്പിച്ചു ഷറൽ ഉമൂരി മുഹ്ദസാത്തുഹ, ദീനിൽ ഒരാൾ മുഹ്ദസത്ത് പുതിയത് കൊണ്ടുവരിക എന്നുള്ളത് ഷറാണ്, തിന്മയാണ്. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, അതിൽ നല്ല ബിദ്അത്താണ്, ചീത്ത ബിദ്അത്ത് ഇല്ല. കുല്ലു ബിദ്അ, എല്ലാ വിധത്തും ദലാലത്താണ് എന്ന് റസൂലുള്ളാഹിന്റെ വാക്കാണ്. കുല്ലു ദലാലത്തും ഫിന്നാർ, എല്ലാ ദലാലത്തും വഴിപേഴ്ചതൊക്കെ എങ്ങോട്ടാണ്? നരകത്തിലേക്കാണ് നിങ്ങളെ എത്തിക്കുക എന്ന് കൃത്യമായ വിഷയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് ഇതുമായി ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ അത് കുറവായിരുന്നു. ഇടക്കാലത്ത് അത് ചില ആളുകൾ അതിങ്ങനെ സ്കൂളുകളൊക്കെ കേന്ദ്രീകരിച്ച് ഇന്നിൻ്റെ ബർത്ത്ഡേ ആണ്, ഒരു പുതിയ കുപ്പായൊക്കെ ഇട്ട് വരാൻ പറയും. അങ്ങനെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമായി തുടങ്ങുകയും ഒരു ക്രിസ്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ പാശ്ചാത്യൻ കൾച്ചർ എന്ന നിലക്ക് അവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു സംഗതി ഇവിടേക്കും കടന്നു വരികയാണ് ഉണ്ടായത്. അതിൻ്റെ അലയൊലികൾ വർദ്ധിച്ച് മുജാഹിദ് കുടുംബങ്ങളിലെ വളർന്നു വരുന്ന കുട്ടികൾ വരെ, യുവാക്കളും കുട്ടികളുമൊക്കെ ബർത്ത്ഡേ അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുകയും അത് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ആക്കി വെക്കുകയും എനിക്ക് 12 വയസ്സായി, എൻ്റെ ബർത്ത്ഡേ ആണ്, എല്ലാവരും എന്നെ വിഷ് ചെയ്യണമെന്നൊക്കെ പറയുകയും അന്നേ ദിവസം വീട്ടുകാരൊക്കെ ഒരു കേക്കൊക്കെ വാങ്ങിക്കൊണ്ടു കൊടുത്ത് അതൊക്കെ ആഘോഷിച്ച് അതൊരു സംഭവമാക്കി മാറ്റുന്ന പ്രവണതകൾ കൂടി വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിൻ്റെ സംസ്കാരം എന്ന നിലക്ക് അത് പാടില്ലാത്തതാണ് എന്നതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ അങ്ങനെ ജനനത്തിനോ മരണത്തിനോ പ്രത്യേകമായ ഒരു പുണ്യമോ ഒരു പ്രാധാന്യമോ ഒന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മതപരമായി അങ്ങനെ ചെയ്ത ഒരു സംഭവവും തെളിവായിട്ട് നമുക്കില്ല. ഒരുപാട് പണ്ഡിതന്മാർ അങ്ങനെയുള്ള ബർത്ത്ഡേ അല്ലെങ്കിൽ ആനിവേഴ്സറി ഒക്കെയുള്ള ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ, അങ്ങനെയുള്ള ചടങ്ങുകൾ, പ്രത്യേകം സംവിധാനങ്ങൾ ഒരുക്കി ഒരു പ്രത്യേക ദിവസവും കൊല്ലത്തിൽ ഇങ്ങനെ സ്ഥിരമായി ആചരിച്ചു പോകുന്നത് ശരിയല്ല. ഇസ്ലാമിൻ്റെ പേരിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ള മത ആചാരങ്ങൾ, മറ്റുള്ള സമൂഹത്തിൻ്റെ കൾച്ചറുകൾ, സംസ്കാരങ്ങൾ നമ്മൾ മുസ്ലിങ്ങൾ ചെയ്യുന്നത് പാടില്ല എന്ന് ഖുർആൻ കൊണ്ടും അതോടൊപ്പം തന്നെ ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. ക്രിസ്ത്യൻ ആചാരപ്രകാരം അവർക്ക് ബർത്ത്ഡേ എന്നുള്ളത് പള്ളിയിൽ പോയി അവരുടെ അച്ഛൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ ചെയ്ത് പ്രത്യേകം പാർട്ടിയൊക്കെ കൊടുത്ത് കേക്കൊക്കെ മുറിച്ച് അത് ആളുകൾക്ക് വിതരണം ചെയ്ത് അതൊരു പുണ്യകർമ്മം പോലെ അവർ ആചരിച്ചു വരുന്ന സമ്പ്രദായമാണ്. അതുകൊണ്ട് നമുക്കിടയിലേക്ക് അത് വളർന്നു വരുന്നുണ്ട് എന്നത് വളരെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. നമ്മളൊരു സെക്യുലർ ആകാൻ വേണ്ടി, നമ്മളൊരു മതേതര സംസ്കാരത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ഇതിലൊക്കെ കോംപ്രമൈസ് ചെയ്യണം. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ കേക്ക് മുറിച്ചാലും ഇല്ലെങ്കിലും നമ്മൾക്കൊരു കലാകാതർ അള്ള നിശ്ചയിച്ചിട്ടുണ്ടാവും. നമുക്കൊരു തീരുമാനം, ഒരു വിധി അള്ള നിശ്ചയിച്ചിട്ടുണ്ടാവും. അതേ നമുക്ക് സംഭവിക്കുള്ളൂ. അവിടെ നമ്മൾ ഇസ്ലാമിൻ്റെയും ഈമാനിൻ്റെയും മാർഗത്തിൽ നിലകൊള്ളുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മളെ ചിലപ്പോൾ നമ്മളെ ഫാമിലിയിലൊക്കെ ഉണ്ടാവും, നമ്മൾ മക്കളോട് 2 വയസ്സായിന്ന് 3 വയസ്സായിന്ന് എന്ന് പറയുന്നത് കുറ്റമാണ്, തെറ്റാണ് എന്നല്ല സൂചിപ്പിക്കുന്നത്. അതിനെ ഒരു ആഘോഷത്തിൻ്റെയും അതിനൊരു വലിയ ഒരു ഫവൽ, ഒരു ശ്രേഷ്ഠത ഉണ്ടെന്ന് കൽപ്പിച്ച് അതൊരു ഇസ്ലാമിൻ്റെ ഒരു ചിഹ്നമായി മാറുന്ന നിലക്കുള്ള ഒരു ഇടപെടലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതില്ല. അതിൽ നമ്മൾ കൃത്യവുമായി സൂക്ഷ്മത പാലിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മഹത്തായ ഫضل കൊണ്ട് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ ഇപ്പോഴത്തെ ഈ COVID-19 ബന്ധപ്പെട്ട്
വിഷമാവസ്ഥയിലാണ് എന്നറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ പിടിപെട്ടാൽ അതിന് കൃത്യമായി ഓക്സിജൻ സംവിധാനങ്ങൾ കിട്ടണം, അല്ലെങ്കിൽ വെന്റിലേഷൻ സൗകര്യങ്ങൾ കിട്ടണം. നമ്മുടെ ഹോസ്പിറ്റലുകളൊക്കെ രോഗികൾ കൂടിയതുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങൾ പരിമിതമായി വരികയാണ്. അപ്പോൾ നമ്മളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് രോഗം നമ്മൾ വാങ്ങുന്ന സാഹചര്യം ഉണ്ടാകരുത്. ആശുപത്രികളിൽ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമല്ല, ആരോഗ്യ പ്രവർത്തകർക്ക് എല്ലാവരെയും ഒരുപോലെ പരിചരിക്കാൻ പറ്റാത്തതിൻ്റെ ദുരനുഭവങ്ങളൊക്കെയാണ് ഇന്നലെ ഇന്നൊക്കെ ആയിട്ടുള്ള വാർത്തകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ, നമ്മുടെ കുടുംബങ്ങളിൽപ്പെട്ടവർ, നമ്മുടെ സുഹൃത്ത് വലയത്തിൽപ്പെട്ടവർ, പ്രാസ്ഥാനിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ, തോട്ടത്തിൽ റഷീദ് കെ പോലെയുള്ള, അങ്ങനെ നമുക്ക് ഒരുപാട് പറയേണ്ട ഒരുപാട് ആളുകൾ ഈ രംഗത്ത് വിഷമിക്കുന്നുണ്ട്. ആശുപത്രികളിൽ പ്രയാസകരമായ ഘട്ടങ്ങളെ അഭിമുഖീകരിക്കുന്നവരുണ്ട്. അല്പം ആശ്വാസമായവരൊക്കെയുണ്ട്. നമ്മൾ എല്ലാ വക്തിലും പ്രാർത്ഥിക്കുക. അവരും നമ്മളോടൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രോഗം കാരണം വിഷമിക്കുന്ന എല്ലാവർക്കും പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഫിയത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹാമാരിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഈ നാടിനെയും രാജ്യത്തെയും ഒക്കെ എളുപ്പത്തിൽ കരകയറ്റുകയും രക്ഷപ്പെടുത്തുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ എല്ലാ രോഗങ്ങളിൽ നിന്നും, മാറാരോഗങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും, കണിശമായ വിചാരണകളിൽ നിന്നും, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്നും റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളെയൊക്കെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാൻ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹുവെ എല്ലാവർക്കും നീ കാവൽ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ മനോഹരമായ നിന്റെ സ്വർഗപൂങ്കാവനത്തിൽ പ്രവാചകന്മാരോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പം ഞങ്ങളെയൊക്കെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോയവരുണ്ട്, ഞങ്ങളുടെ മഹലിലെ മരണപ്പെട്ടവരുണ്ട്, അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചകളിലായി മരണപ്പെട്ടവർ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുവെ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണ റഹ്മാനെ. അവരുടെ പോരായ്മകൾ നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവരുടെ ഖബർ ജീവിതവും നീ വെളിച്ചവും വിശാലവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. അള്ളാഹുവെ അപകട മരണങ്ങളിൽ നിന്നും, അത്യാപത്തുകളിൽ നിന്നും, ഫിത്തനകളിൽ നിന്നും, ഫസാദുകളിൽ നിന്നും ഞങ്ങളെയൊക്കെ നീ കാത്ത് രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കർമ്മങ്ങളിലെ പോരായ്മകൾ നീ പുറത്തു തരണ റഹ്മാനെ. ഞങ്ങളുടെ കർമ്മങ്ങളെ നീ കബൂൽ ചെയ്യണ റഹ്മാനെ. ഞങ്ങളുടെ സദുദ്ദേശങ്ങളെ നീ സഫലമാക്കി തരണ റഹ്മാനെ. മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി വിഷമിക്കുന്ന എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിക്കണ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ادخلنا الجنة مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.